പാസ് കൊടുത്ത് കളിക്ക്. മാഷേ, ജെസി മാഷേ, ആ ബിന്ദു ടീച്ചറിന്റെ ക്ലാസ്സിൽ കൂട്ടി തലയൂറ്റി വീണു. ഹോസ്പിറ്റലിൽ പോകണം. മാഷിനോട് കാർ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു മഞ്ജു ടീച്ചർ. എടുക്കാം. വേഗം വന്നോ മാഷേ. ഇത് എന്നാ പറ്റിയതാ? അറിയില്ല മാഷെ, ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചോണ്ടിരുന്നപ്പോ തല ഇറങ്ങി വീണതാ. ഓ, മഞ്ജു ടീച്ചർ പേടിക്കണ്ട കേട്ടോ. നമ്മളിപ്പോ എത്തും. അല്ല, ബിന്ദു ടീച്ചർ. ഈ പുഴയ സാറേ എൻ്റെ അമ്മ. വിശന്നപ്പോഴൊക്കെ ഊട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. എന്തൊരു സീനല്ലേ ടീച്ചർ. എന്താ മാഷെ? അല്ല, പുഴയിൽ ഇറങ്ങിയിട്ട് ലാലേട്ടൻ ആദ്യം ഒരു കുമ്പിൾ വെള്ളം എടുത്തിട്ട് മുഖത്ത് കളിക്കുക ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? കണ്ണ് നനഞ്ഞത് അറിയാതിരിക്കാൻ. അതാണ്. അതെ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഭക്ഷണം ഉറക്കമൊക്കെ കുറഞ്ഞതിൻ്റെയാന്നാ ഡോക്ടർ പറഞ്ഞു. ആ കൊച്ചു രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നെന്ന്. ഇനിയിപ്പോ എന്തായാലും 1 മണിക്കൂർ ഒബ്സർവേഷൻ കിടക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെയും പ്രശ്നം ആന്നേ. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, സമാധാനമായി. അതെ, സമാധാനമായി. ഇപ്പൊ എന്തായാലും സമയമുണ്ടല്ലോ. ഞാൻ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. ഇറങ്ങിയല്ലേ എന്തായാലും. നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ടീച്ചർ പോയിട്ട് വരൂ. കുറച്ച് സമയം കൂടുതലെടുത്താലും കുഴപ്പമില്ല. ഞാനും മഞ്ജു ടീച്ചറൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ശരി. അതെ ടീച്ചറെ, ഇവിടെ അടുത്ത് നല്ല ചൂട് പഴംപൊരി കിട്ടുന്നൊരു ഹോട്ടലുണ്ട്. നമുക്കൊരു ചായ കുടിച്ചാലോ? ജെസ്സി. ഓ ഹായ് ഡോക്ടർ. എന്താ ഇവിടെ? ഞാനേ നമ്മുടെ ഹോസ്പിറ്റലിൽ വരെ നിന്നാ. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിയായിട്ട് വന്നാ. ഇത് ടീച്ചറാ. ഓ ഹായ്. ചെക്കപ്പ് ഒന്നും മുടക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം കറക്റ്റായി പോകുന്നുണ്ട്. ഓക്കെ ശരി. ആർക്കാ ചെക്കപ്പ്? അതൊക്കെ ഒരു വലിയ കഥയാ ടീച്ചറെ. 1 മണിക്കൂറിനുള്ളിൽ തീരുന്നതാണെങ്കിൽ കേട്ടാ കൊള്ളാന്നുണ്ട്. അപ്പൻ ജാവലിൻ ത്രോയിൽ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. അമ്മ 400 മീറ്റർ സ്റ്റേറ്റ് സെക്കൻഡ്. ഒരു ഇൻ്റർ യൂണിവേഴ്സിറ്റി മീറ്റിലാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന അമ്മയെ അപ്പൻ എറിഞ്ഞിട്ടാണെന്നാണ് അപ്പൻ സങ്കടം പറയണത്. കാരണം കെട്ട് കഴിഞ്ഞോടെ അമ്മയുടെ ഓട്ടമൊക്കെ വീട്ടിലും പറമ്പിലായി ഒതുങ്ങി. അപ്പൻ്റേത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ പുറകെ. അതുകൊണ്ട് എന്നെ ഒരു അത്ലറ്റ് ആക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൻ ജെസ്സി ഓവൻസിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അതുകൊണ്ട് ഇട്ട പേരാ എൻ്റെ. എനിക്ക് പക്ഷേ സിനിമയായിരുന്നു ഇഷ്ടം. കുറച്ച് കഴിഞ്ഞാണ് അത് അഭിനയമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. മലമ്പനിയായിരുന്നു. അമ്മച്ചി പോയ പിന്നെ അപ്പൻ ഞാനെന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ജീവിച്ചത്. അമ്മയില്ലാത്ത കുറവെന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. അല്ല, ആ കുറവ് തോന്നാൻ അപ്പം സമ്മതിച്ചിട്ടുമില്ല. അടിപൊളിയാണ്. ഞാൻ നിൽക്കൂലേ? ഇടയ്ക്കൊക്കെ അപ്പനറിയാതെ ചില ഓഡീഷൻസിനൊക്കെ പോകുമായിരുന്നെങ്കിലും ഈ അത്ലറ്റിക്സ് എന്നെ വിട്ടുപോയില്ല. എനിക്ക് വേണ്ടി അപ്പനോടിയപ്പോൾ അപ്പന് വേണ്ടി ഞാനും കുറേ ഓടി. മെഡലൊക്കെ കുറേ വീട്ടിലിരിപ്പുണ്ട്. പക്ഷേ
ഇടയ്ക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി. സംഗതി ഇച്ചിരി സീരിയസ് ആയിരുന്നു. ദേ ഇടുപ്പിൽ ഇപ്പോഴും സ്റ്റീൽ ഇരിപ്പുണ്ട്. ദേ ഇവിടെ തന്നെ ആയിരുന്നു. നേരത്തെ ഡോക്ടർ ചോദിച്ചില്ലേ? അതോടെ അത്ലറ്റിക്സ് തീർന്നു. അന്ന് അപ്പന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ സ്പോർട്സ് കോട്ടയിൽ നമ്മുടെ ഈ ജോലി കയറി. ഇതാവുമ്പോഴത്തേക്കും അപ്പനും ചെറിയൊരു ആശ്വാസം. ആ ചായ കൊടുക്ക ടീച്ചർ. അപ്പനറിയില്ലേ ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം? ഇല്ല, ധൈര്യം വന്നിട്ടില്ല. അത് വരുന്നെന്ന് പറയണം. അന്ന് ആ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതും ഒരു ഓഡീഷന് പോയപ്പോഴാണ്.